കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, ഒരു മകൻ ഉമ്മയെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു കത്തിയോ മടാളോ മേടിച്ചിട്ട് വെട്ടിക്കൊന്നിട്ട് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ജനിപ്പിച്ചതിൻ്റെ കുറ്റമാണെന്ന് പറയുന്നു. ലഹരിക്ക് അടിമയായിട്ട്, മയക്കുമരുന്നിന് അടിമയായിട്ട് അത്തരം കാര്യങ്ങൾ, അപകടങ്ങൾ നമ്മുടെ സ്കൂളുകളെ പോലും കാർന്നു തിന്നുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗം ആകെ വർദ്ധിക്കുകയാണ്. ആളുകൾ വെറുതെ വയലന്റ് ആവുകയാണ്. ആളുകൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അക്രമത്തിന്റെ വഴി ഉൾപ്പെടെ തിരിയുന്ന ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് നല്ല എൻഗേജ്മെന്റ്സിനെ പറഞ്ഞു കൊടുക്കണം. അവരറിയണം ഈ കുടുംബവുമായി ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങൾ അതിന്റെ ലഹരി എന്നാണ്. അവരറിയണം വേറൊരാളെ സഹായിക്കുമ്പോൾ അയാളുടെ മുഖത്തുണ്ടാവുന്ന ഒരു ചെറിയ പുഞ്ചിരി അത് എത്രത്തോളം വലിയ ലഹരിയാണ്. അവരറിയണം ലയണൽ മെസ്സിയുടെ മനോഹരമായ നീക്കങ്ങളും ഡ്രിബിളിങ്ങും ഗോളും അതിനേക്കാൾ നല്ലൊരു ലഹരിയും ഈ മയക്കുമരുന്നൊന്നും തരാൻ കഴിയില്ല. അവരറിയണം ക്രിസ്ത്യാനോ റൊണാൾഡോ 40ാമത്തെ വയസ്സിലും ഗോൾ അടിക്കുമ്പോൾ ആ ഫിസിക്കും കമ്മിറ്റ്മെന്റും അതൊരു ലഹരിയാണ്. അവരറിയണം മനോഹരമായ ഒരു പാട്ട് അതാണ് ലഹരി. അവരറിയണം നല്ല നൃത്ത ചുവടുകൾ, നല്ല ചിത്രങ്ങൾ, നല്ല കഴിവുകൾ അതൊക്കെ ലഹരിയാണ്. അവരറിയണം പരസ്പരം പങ്കുവെക്കാനുള്ള സ്നേഹം, അതിന്റെ സൗഹാർദ്ദമൊക്കെ. അതല്ലാതെ മദ്യവും മയക്കുമരുന്നും അല്ല ലഹരി തരുന്നത്. കുട്ടികളെ ജോയും പ്ലഷറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുക്കണം. ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ അവരെ കുറ്റപ്പെടുത്തി ബാക്കിയുള്ള ആളുകളുമായി കമ്പയർ ചെയ്ത് മാത്രം എപ്പോഴും സംസാരിക്കാറാണ്. പക്ഷെ അവരൊരു ചെറിയ കാര്യം നല്ലത് ചെയ്താൽ, ഒരു പേപ്പർ സ്ഥാനം തെറ്റി കിടക്കുമ്പോൾ അതെടുത്ത് ശരിയായ സ്ഥലത്ത് വെച്ചാൽ give him a pat on his back, പുറത്തൊരു തട്ടിയിട്ട് നന്നായി എന്ന് പറയണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീസിയേഷൻ അവനെ മുന്നോട്ട് നയിക്കണം. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുമായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്തിട്ട് അവരുടെ എല്ലാ കഴിവുകൾ ഇല്ലാതാക്കരുത്. സ്വന്തം അനിയന്റെ വേട്ടന്റെ കുട്ടിയുമായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്യണ്ട. നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടിയാണ്. അപ്പുറത്തെ വീട്ടിലെ കുട്ടി അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ്. നമ്മുടെ കുട്ടിയുടെ ഇന്നലത്തെ പെർഫോമൻസും നമ്മുടെ കുട്ടിയുടെ ഇന്നത്തെ പെർഫോമൻസിനെയും നിങ്ങൾ കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിന് നിങ്ങൾ എൻകറേജ് ചെയ്യുക, അതിന് നിങ്ങൾ കൂടെ നിർത്തുക. അങ്ങനെ വരുമ്പോൾ അവര് തീർച്ചയായിട്ടും നമുക്ക് ചേർത്ത് പിടിക്കാവുന്നതും നമ്മളെ ചേർത്ത് പിടിക്കാവുന്നവരുമായിട്ട് മാറും. അവരുടെ ചെറിയ ചെറിയ നന്മകളെ പോലും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. ലഹരി ഉൾപ്പെടെയുള്ള മാർഗങ്ങളെ കാണുമ്പോൾ അതിനെ തിരുത്താനുള്ള മനസ്സ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ തന്നെ ഉണ്ടാവുന്ന തരത്തിലേക്ക് അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് തുറന്ന് സംസാരിക്കുക. നല്ല കഴിവുള്ള മക്കളാണ്. ആ കഴിവിനെ എവിടെയും ഇന്ന് ഒതുക്കി നിർത്താൻ കഴിയില്ല. കൂത്തുപറമ്പിലാണോ, പാനൂരിലാണോ, എറണാകുളത്താണോ, ബാംഗ്ലൂരിലാണോ, ഡൽഹിയിലാണോ എന്നതൊന്നും ഇന്ന് സ്കില്ലിനെ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് തടസ്സമല്ല. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഇരുന്നാലും അവർ സ്കില്ലാണെങ്കിൽ, അവർക്ക് കഴിവുണ്ടെങ്കിൽ, അവർക്ക് പാഷൻ ഉണ്ടെങ്കിൽ അവർ ലോകത്തിന്റെയും ഈ നാടിന്റെയും ശ്രദ്ധയിലേക്ക് വരും. ഈ നാടിന്റെ ഐക്യം അതും അവരെ പറഞ്ഞ് പഠിപ്പിക്കണം.